നല്ലവൻ, യേശുവത്ര വല്ലഭൻ, 10,000 ശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി പുസ്തകം 9:29, പിന്നെ 10-ാം അധ്യായത്തിൻ്റെ 1 വാക്യങ്ങൾ. ജനസിസ് ചാപ്റ്റർ 9 verse 29 and 10 verses 1. നോഹയുടെ ആയുഷ്കാലം ആകെ 950 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ആൻഡ് ഓൾ ദി ഡേയ്സ് ഓഫ് നോവാഹ് were 950 years and he died. നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫത്ത് എന്നിവരുടെ വംശപാരമ്പര്യമാവിത്. ജലപ്രളയത്തിന് ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. Now these are the generations of the sons of Noah, Shem, Ham and Japheth. And unto them were sons born after the flood. സെക്കൻഡ് സെഷൻ റിക് വാറൻസിൻ്റെ ബുക്കായത് പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. We often forget that God has emotions too. He feels things very deeply. The Bible tells us that God grieves, gets jealous and angry, and feels compassion, pity, sorrow and sympathy as God loves, delight, gets pleasure, rejoices, enjoys and even laughs. Bringing pleasure to God is called worship. The Bible says the Lord is pleased only with those who worship Him, and truth is love. And anything you do that brings pleasure to God is an act of worship. Like a diamond, worship is multifaceted. It would take volumes to cover all there is to understand about worship, but we will look at the primary aspects of worship in this section. ഇനി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം. സദൃശവാക്യങ്ങൾ 8:32-33 വാക്യങ്ങൾ. Proverbs chapter 8 verse 32 and 33. ആകയാൽ മക്കളെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ, എൻ്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. Now therefore hearken unto me, O ye children, for blessed are they that keep my ways. പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിപ്പീൻ, അതിനെ ത്യജിച്ച് കളയരുത്. Hear instruction and be wise, and refuse it not. ഫോർത്ത് സെഷനിലേക്ക് പോവാം. മാത്യു ചാപ്റ്റർ 2 verse 15. മത്തായി 2:15. ഹെരോദാവിൻ്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. And was there until the death of Herod, that it might be fulfilled which was spoken of the Lord by the prophet, saying, out of Egypt have I called my son. നമുക്ക് ഫിഫ്ത്ത് സെഷനിലേക്ക് പോവാം. എലീശയും പാവപ്പെട്ട വിധവയും. 2 രാജാക്കന്മാർ 4:1 മുതൽ 7 വരെ. ഒരിക്കലൊരു വിധവ എലീശയുടെ അടുത്ത് വന്നു. അവളുടെ ഭർത്താവ് ഒരു പ്രവാചകനായിരുന്നു. അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ദൈവഭയമുള്ളവനായിരുന്നു, എന്നാൽ അദ്ദേഹം ഒരാളോട് കുറേ പണം കടം വാങ്ങിയിരുന്നു. ഇപ്പോൾ ആ മനുഷ്യർ എൻ്റെ 2 മക്കളെ പിടിച്ച്
അടിമയാക്കുവാൻ പോകുന്നു. എലീശ ചോദിച്ചു, വീട്ടിൽ നിനക്ക് എന്തുണ്ട്? ഒരു ചെറിയ പാത്രത്തിലെ എണ്ണയല്ലാതെ ഒന്നുമില്ല, അവൾ പറഞ്ഞു. നീ പോയി അയൽക്കാരോട് വാങ്ങാവുന്നത്ര ഒഴിഞ്ഞ പാത്രങ്ങൾ കടം വാങ്ങുക. എലീശ അവളോട് പറഞ്ഞു. അതിനുശേഷം നീയും മക്കളും വീട്ടിൽ കയറി കതകടയ്ക്കുക. ഒഴിഞ്ഞ പാത്രങ്ങളിലേക്ക് എണ്ണ ഒഴിക്കാൻ തുടങ്ങുക. നിറയുന്ന പാത്രങ്ങൾ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക. എലീശ പറഞ്ഞ പ്രകാരം വിധവയും മക്കളും ചെയ്തു. എല്ലാ പാത്രങ്ങളും നിറഞ്ഞു കവിഞ്ഞപ്പോൾ എണ്ണയുടെ വർധനവ് നിന്നു. അവൾ എലീശയുടെ അടുത്ത് പോയി അവൻ പറഞ്ഞു, എണ്ണ വിറ്റ് കടം വീട്ടിക്കൊള്ളുക. നിനക്കും നിന്റെ മക്കൾക്കും ജീവിക്കാനുള്ള എണ്ണ ഇനിയും മിച്ചം ഉണ്ടാകും. എലീശയും ഒരു ധനിക സ്ത്രീയും. 2 രാജാക്കന്മാർ 4:8 മുതൽ 37 വരെ. ഒരു ദിവസം എലീശ ശൂനേമിന് വടക്കു ഭാഗത്തേക്ക് പോയി. അവിടെ ഒരു ധനിക ജീവിച്ചിരുന്നു. അവൾ എലീശയെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. അന്നു മുതൽ ശൂനേമിൽ പോകുമ്പോൾ എലീശ ഭക്ഷണം കഴിക്കുന്നത് അവിടെ നിന്നായിരുന്നു. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഇദ്ദേഹം ഒരു വിശുദ്ധനാണ്, എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് വീടിനോട് ചേർത്ത് ഒരു മുറി പണിത് കട്ടിലും കസേരയും മേശയും വിളക്കും അതിൽ വയ്ക്കാം. അദ്ദേഹം എപ്പോഴെങ്കിലും നമ്മെ സന്ദർശിക്കുമ്പോൾ അവിടെ താമസിക്കാമല്ലോ. പിന്നീട് ഒരിക്കൽ എലീശ ശൂനേമിൽ ആ മുറിയിൽ വിശ്രമിക്കുമ്പോൾ ഭൃത്യനായ ഗേഹസിയോട് അങ്ങനെ ഒരു സഹായം ചെയ്തു തന്നതിന് അവൾക്ക് എന്ത് ചെയ്തു കൊടുക്കണം എന്ന് ആ സ്ത്രീയോട് അന്വേഷിക്കുവാൻ ആവശ്യപ്പെട്ടു. എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, അവൾ പറഞ്ഞു. പിന്നീട് ഗേഹസി എലീശയോട്, അവൾക്ക് മക്കളില്ല, ഭർത്താവ് വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളെ വിളിച്ചു. അവൾ വാതിൽപ്പടിയിൽ വന്നു നിന്നു. അവൻ അവളോട് പറഞ്ഞു, അടുത്ത വർഷം നിന്റെ കൈകളിൽ ഒരു പൈതൽ ഉണ്ടായിരിക്കും. അവൾ അത്ഭുതപ്പെട്ടു. ഗുരു, എന്നോട് കള്ളം പറയരുത്, അങ്ങ് ഒരു ദൈവപുരുഷനല്ലേ. എന്നാൽ എലീശ പറഞ്ഞതുപോലെ പിറ്റേ വർഷം അവൾ ഒരു കുട്ടിയെ പ്രസവിച്ചു. ചില വർഷങ്ങൾക്ക് ശേഷം കുട്ടിക്ക് അസുഖം പിടിക്കുകയും അമ്മയുടെ മടിയിൽ കിടന്ന് മരിക്കുകയും ചെയ്തു. എന്നാൽ എലീശ തനിക്ക് ലഭിച്ച ദൈവശക്തി കൊണ്ട് അവനെ ഉയർപ്പിച്ചു. നമുക്ക് കണ്ടന്റ് നോക്കാം. കണ്ടന്റ്: നോഹയുടെ ആയുഷ്കാലം ആകെ 950 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. All the days of Noah were 950 years and he died. ഷേം, ഹാം, യാഫത്ത് എന്നിവരുടെ വംശപാരമ്പര്യമാണ്. ജലപ്രളയത്തിന് ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. These are the generations of the sons of Noah, Shem, Ham and Japheth, and unto them were sons born after the flood. സെക്കൻഡ് സെഷൻ റിക് വാറൻസിൻ്റെ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിൽ നിന്ന് ഒരു പോയിന്റ്, പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് നമ്മളിവിടെ കണ്ടൻ്റായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. ബ്രിങ്ങിങ് പ്ലഷർ ടു ഗോഡ് ഈസ് കോൾഡ് വർഷിപ്പ്. ദ ബൈബിൾ സേസ് ദ ലോർഡ് ഈസ് പ്ലീസ്ഡ് ഓൺലി വിത്ത് ദോസ് ഹു വർഷിപ്പ് ഹിം ആൻഡ് ട്രസ്റ്റ് ഹിസ് ലവ്. തേർഡ് സെഷന് ദ ബുക്ക് ഓഫ് പ്രോവേർബ്സ്. ദൈവത്തിൻ്റെ വഴികളെ പ്രമാണിച്ച് നടക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് തിരുവചനം പറയുന്നു. ഫോർ ബ്ലെസ്ഡ് ആർ ദേ ദാറ്റ് കീപ് മൈ വേസ്. പ്രബോധനം ഒരിക്കലും തിരിച്ചു കളയരുത്. പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിപ്പീൻ എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹിയർ ഇൻസ്ട്രക്ഷൻ ആൻഡ് ബി വൈസ് ആൻഡ് റെഫ്യൂസ് ഇറ്റ് നോട്ട്. ഫോർത്ത് സെഷൻ. ഹെരോദാവിൻ്റെ മരണത്തോളം അവൻ അവിടെ പാർക്കുകയും ചെയ്തു. മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തിയെന്ന് പ്രവാചകന്മാർ അരുളിച്ചെയ്ത് നിവൃത്തിയായതായിട്ട് ഈ തിരുവചനത്തിൽ കാണും. There until the death of Herod, that it might be fulfilled which was spoken of the Lord by the prophet saying, out of Egypt have I called my son. നമ്മുടെ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. God bless you abundantly.